പ്രധാനമായും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ചടയ്ക്കേണ്ടതായ തുക പിഴപ്പലിശ, പലിശ, മുതൽ ഇങ്ങനെ 3 ഗഡുക്കളുണ്ടാവും, 3 ഘട്ടങ്ങളുണ്ടാവും. 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങൾ ഉണ്ടാകും. ഈ 3 ഭാഗങ്ങൾ കൂടെ ചേർന്നിട്ടുള്ള തുകയ്ക്ക് വേണ്ടിയാണ് സാധാരണ ജപ്തി നോട്ടീസ് വരിക. അതുകൂടാതെ ജപ്തി നടപടികളുടേതായ സർവീസ് ചാർജും നോട്ടീസ് ചാർജുമൊക്കെ വേറെയും ഉണ്ടാകും. ഇതെല്ലാം ചേർത്തിട്ടുള്ള തുകയ്ക്ക് വേണ്ടിയാണ് ജപ്തി നോട്ടീസുകൾ ലഭിക്കുക. ഇങ്ങനെ ജപ്തി നോട്ടീസ് ലഭിച്ചവർക്കും കുടിശ്ശിക ആയിട്ടുള്ളവർക്കും കുടിശ്ശികയുടെ നോട്ടീസ് ലഭിച്ചിട്ടുള്ളവർക്കുമെല്ലാം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ പ്രയോജനത്തിനായി ബാങ്കുകളെ സമീപിക്കാം എന്ന് സഹകരണ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്